നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന ജൂൺ മാസത്തിലാണ് കോപ്പ അമേരിക്ക ടൂർണമെന്റ് അമേരിക്കയിൽ വെച്ചുകൊണ്ട് അരങ്ങേറുക. നമുക്കറിയാം, ഇത്തവണ സൗത്ത് അമേരിക്കൻ ടീമുകൾ മാത്രമല്ല, നോർത്ത് അമേരിക്കൻ ടീമുകൾ കൂടി ഇപ്പോൾ ഈ ഒരു കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. പതിവ് പോലെ ബ്രസീലും അർജന്റീനയും ഒക്കെ തന്നെയാണ് കിരീട ഫേവറേറ്റുകൾ. എന്നാൽ സ്വന്തം നാട്ടിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ടൂർണമെന്റിൽ US ദേശീയ ടീം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യതയെ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാനുമാവില്ല. കോപ്പ അമേരിക്കയ്ക്ക് മുന്നേ 2 സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട്. അതിലൊന്ന് USMNTക്കെതിരെയാണ്. ജൂൺ 12-ാം തീയതി ഒർലാൻഡോയിൽ വെച്ചുകൊണ്ടാണ് ബ്രസീൽ അമേരിക്കക്കെതിരെ ഈ ഒരു സൗഹൃദ മത്സരം കളിക്കുക. അമേരിക്കൻ പരിശീലകനായ ഗ്രെഗ് ബെർഹാൾട്ടർ ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബ്രസീലിനേക്കാൾ വലുതിനെ നമുക്കൊരിക്കലും ചോദിക്കാനാവില്ല എന്നാണ് അമേരിക്കൻ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബ്രസീലിനെതിരെയുള്ള മത്സരം കളിക്കാനുള്ള ഒരു അവസരം ലഭിക്കുക എന്നുള്ളത് തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകൾക്കെതിരെ കളിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ചാലഞ്ച് ആവശ്യമാണെങ്കിൽ ബ്രസീലിനേക്കാൾ വലുതിനെ നിങ്ങൾക്ക് ഒരിക്കലും അവകാശപ്പെടാൻ സാധിക്കില്ല. വളരെയധികം പ്രതിഭകൾ നിറഞ്ഞ ഒരു ടീമാണ് അവരുടേത്. മാത്രമല്ല, സമ്പന്നമായ ഒരു ചരിത്രവും അവർക്ക് അവകാശപ്പെടാനുണ്ട്. കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായുള്ള ഒരു മികച്ച തയ്യാറെടുപ്പ് തന്നെയായിരിക്കും ഇത്. ഒർലാൻഡോയിലെ ആരാധക പിന്തുണ എപ്പോഴും അസാധാരണമാണ്. 5 തവണ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ ബ്രസീലിനെതിരെ കളിക്കുമ്പോൾ തീർച്ചയായും ആ ഒരു സ്റ്റേഡിയം ഇലക്ട്രിഫയിങ് തന്നെയായിരിക്കും. ഇതാണ് ഇപ്പോൾ അമേരിക്കൻ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ബ്രസീലിന്റെ ദേശീയ ടീം ഒരൽപ്പം ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സമീപകാലത്ത് ഒരൽപ്പം തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഇനി അടുത്ത മാസം നടക്കുന്ന മത്സരത്തിൽ, സൗഹൃദ മത്സരങ്ങളിൽ യൂറോപ്യൻ വമ്പന്മാരായ ഇംഗ്ലണ്ട്, സ്പെയിൻ എന്നിവർക്കെതിരെയാണ് ബ്രസീൽ കളിക്കുക. ഡൊറിവാൾ ജൂനിയർ ആണ് നിലവിൽ ബ്രസീലിന്റെ പരിശീലകൻ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.